ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 1/4 കിലോയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈ ആണ് കേട്ടോ അത്. കോവയ്ക്ക ഫ്രൈ ആണ്. അതിലോട്ട് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈവച്ച് നന്നായി ഒന്ന് മസാലയൊക്കെ ഒന്ന് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. പത്ത് മിനിറ്റിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ കോവയ്ക്ക നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ എണ്ണ തന്നെ മതിയാവും കേട്ടോ ഈ കോവയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. കണ്ടില്ലേ, ഏകദേശം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഏകദേശം കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്ത ഓയിൽ മാത്രം മതിയാവും കേട്ടോ ഇതിലോട്ട്. നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.